ഇറാനിന്റെ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് സംസാരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന US ഇവിടെ ഉള്ളത്? കാരണം ഈ ലോകത്ത് വെച്ച് ഒരേ ഒരു രാജ്യമാണ് ആം കോൺഫ്ലിക്റ്റിൽ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ട് ഒരുപാട് പണം അവിടെ ചെലവായി. അതായത് ഡോളേഴ്സ് ഓഫ് ഡോളേഴ്സ് ആണ് അവിടെ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവിടെ ചെലവാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് സോൾജിയേഴ്സിന്റെ ജീവൻ അവിടെ നഷ്ടം വന്നിട്ടുള്ളത് ഗൾഫ് കൺട്രീസിനാണ്. അതുപോലെ ഇസ്രായേലിനും നഷ്ടം വന്നിട്ടുണ്ട്, ഇറാനും നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ US നഷ്ടം എന്ന് പറയാം വൈറ്റ് മാൻ സൂപ്രമസി. അതേ സൂപ്രമസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ കാര്യമുണ്ട് എന്ന് എല്ലാവരും വിചാരിക്കും. ഇവിടെ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് അധികാരമാണ് US നമുക്കറിയാവുന്നതുപോലെ ഇറാൻ വേഴ്സസ് US ഇസ്രായേൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേർക്കറിയാം ഇറാൻ ആദ്യമായി ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് US ആണെന്നുള്ള ഒരു കാര്യം എത്ര പേർക്കറിയാം? US ഈ ഒരു വാർ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാമാണ്, അതുപോലെ ഫ്രീഡം, പീസ്. ഈ കാര്യങ്ങളാണ് US കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതാണോ യഥാർത്ഥ കാരണം? ഒരിക്കലുമല്ല. ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം വേറെ ചിലതാണ്. ഈ മൂന്ന് വിഷയങ്ങളും, ഈ മൂന്ന് റീസൺസും നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. അതിനു മുൻപായി ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ ഇറാനെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ഇറാനെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെയോ അല്ലെങ്കിൽ US ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ഈ കാര്യത്തിൽ അവരുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളൂ. അതിനും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതുപോലെ ഒരുപാട് പേർ US സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തത് കൊണ്ടാണ് US അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ചില ആളുകളുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയിൽ റിലീജിയൻ ബേസ് എന്ന കാര്യത്തിൽ അത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. നമ്മൾ ഇതിന്റെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മൂന്ന് റീസൺ ആണ് US പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു 1950 ആ കാലഘട്ടത്തിൽ ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ US ആണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം റിജീം ചേഞ്ച് ചെയ്ത് റൂളർ ചേഞ്ച് ആയപ്പോൾ അതിന് മുൻപുള്ള റൂളർ എന്ന് പറയുന്നത് പ്രോ US റൂളർ ആയിരുന്നു. എന്നാൽ അതിനുശേഷം വന്നത് ആന്റി US റൂളറാണ്. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ കുറെ നെഗോസിയേഷൻസ്, ഒരുപാട് വേറെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന് 2015 ഒരു അഗ്രിമെന്റ് നടത്തി. ജോയിന്റ് കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീൽ. ആ ഡീലിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ ഡീലാണ്. ഈ ഡീല് നടത്തിയിട്ടുള്ളത് UN സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പർ ആയിട്ടുള്ള 5 പേർ, അതായത് US, UK, ഫ്രാൻസ്, ചൈന, റഷ്യ പ്ലസ് ജർമ്മനി ആൻഡ് ഇറാൻ. ഇവരൊക്കെയാണ് ഈ ഒരു ഡീല് നടത്തിയിട്ടുള്ളത്. ഈ ഡീലിലെ രക്തചുരുക്കം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരെ കൊടുത്തിട്ടുള്ള സാങ്ഷൻസ് ഒഴിവാക്കണം എന്നൊരു കാര്യമാണ്. ഈ 2015 ഈ ഒരു ഡീല് നടത്തുന്നത് ഒബാമയാണ്. അതിനുശേഷം 2018 അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ 2018 ട്രംപ് ഈ ഒരു ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്നും പിന്മാറി. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് വെറും US ഇറാനും തമ്മിൽ മാത്രമല്ല, വേറെയും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരോടൊന്നും സമ്മതം ചോദിക്കാതെ US ഇതിൽ നിന്ന് പിന്മാറുകയും ഇറാന് സാങ്ഷൻ വീണ്ടും വെക്കുകയും ചെയ്തു. സാങ്ഷൻ വെക്കുക മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഇറാനുമായിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ട്രൈഡോ മറ്റു ബന്ധങ്ങൾ എന്തെങ്കിലും പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്കും ഇതേ സാങ്ഷൻ വെക്കുമെന്ന് US ഭീഷണിപ്പെടുത്തി. അതിനെ തുടർന്ന് ഇറാൻ ഒറ്റപ്പെട്ടു. ഇറാനുമായി ഒരു രാജ്യങ്ങളും ഒരു ട്രൈഡ് ആക്ടിവിറ്റീസ് ഒന്നും നടത്തിയില്ല. അതിനുശേഷമാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇറാനിലുള്ള ഒട്ടുമിക്ക 90% പ്രശ്നങ്ങളും
ക്രിയേറ്റ് ചെയ്തതാണ്. എന്തിനേറെ പറയുന്നു, അവിടുത്തെ സാധനങ്ങളുടെ വില കൂടാൻ, അതായത് ഇൻഫ്ലേഷൻ കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സാങ്ഷൻ ആണ്. ഈ സാങ്ഷൻ കാരണം യാതൊരു തരത്തിലുള്ള ട്രേഡും ഇറാന് നടത്താൻ സാധിക്കാതെയായി. അതിനെ തുടർന്നാണ് സാധനങ്ങളുടെ വിലയൊക്കെ അവിടെ അധികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നെഗോസിയേഷൻസ് ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പല നെഗോസിയേഷൻസും എൻഡിലെത്തുമ്പോൾ ട്രംപ് തന്നെ അതിനെന്തെങ്കിലും മുടക്കം പറഞ്ഞ് ഒഴിവാക്കും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 2018 ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്നും പിന്മാറുന്ന സമയത്ത് റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടത്തുന്നു എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഈ ഒരു ഡീലിൽ നിന്നും പിന്മാറുന്നത്. അതിനുശേഷം പബ്ലിക്ലി ഇറാൻ പറഞ്ഞു, സാങ്ഷൻ ഇട്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എൻറിച്ച്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്ന് പബ്ലിക്ലി അവർ അനൗൺസ് ചെയ്തു. അതിനുശേഷം ഒരുപാട് നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടന്നു. അവസാനം കഴിഞ്ഞ നെഗോസിയേഷനിൽ ഏകദേശം തീരുമാനമായി വന്നതാണ്. ആ സമയത്ത് ഇറാൻ വെച്ച കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ നമുക്കെതിരെയായിട്ടുള്ള സാങ്ഷൻ ഒഴിവാക്കണം എന്നാണ്. പക്ഷേ അത് എന്തോ കാരണവശാൽ ആ ഒരു നെഗോസിയേഷനും പൊളിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു തരത്തിലുള്ള വാർ ലൈക്ക് സിറ്റുവേഷൻ അല്ല, വാർ തന്നെ ഉണ്ടാവാനുള്ള കാരണം. ഇറാനിന്റെ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് സംസാരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന യുഎസിന് ഇവിടെ ഉള്ളത്? കാരണം ഈ ലോകത്ത് വെച്ച് ഒരേ ഒരു രാജ്യമാണ് ആം കോൺഫ്ലിക്റ്റിൽ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ പറയുന്ന ആണ്. വേൾഡ് വാർ 2 ഹിറോഷിമ നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷം പേരോളം ആണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത്, അല്ല കൊല്ലപ്പെട്ടിട്ടുള്ളത്. കാരണം കൊല്ലപ്പെട്ടിട്ടുള്ളത്, ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് യോഗ്യതയാണ് ഈ ഒരു ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചിട്ട് സംസാരിക്കാനും അതിനെ തടസ്സപ്പെടുത്താനൊക്കെ എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത്? ഇത്രയും പേരെ കൊന്നതിൻ്റെ ഉള്ള ക്വാളിറ്റിയാണോ ഈ യുഎസിനുള്ളത്? ഇനി യുഎസിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അവിടുത്തെ റൂളറിനെ ചേഞ്ച് ചെയ്ത് പ്രോ റൂളറിനെ അവിടെ ഉണ്ടാക്കുക. അതായത് യുഎസിന് ആവശ്യമുള്ള യുഎസിന്റെ പപ്പറ്റ് ആയിട്ടുള്ള ഒരു റൂളറിനെ അവിടെ സ്ഥാപിക്കുക. അതാണ് യുഎസിന്റെ പിന്നിൽ. എന്ന് പറയുന്നത് ഇപ്പോഴല്ല, എപ്പോൾ നോക്കിയാലും പറയുന്നതായിരിക്കണം എല്ലാവരും കേൾക്കേണ്ടത്. യുഎസിനെ മറുത്ത് ആരും സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ വേറെ 2 റീസൺ പറഞ്ഞിട്ടുള്ളത് പീസ് ആൻഡ് ഫ്രീഡം ആണ്. റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പീസ് ആൻഡ് ഫ്രീഡം അത് ആ ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ മാറ്റർ ആണ്. ആ ഇന്റേണൽ മാറ്ററിൽ കയറി ഇടപെടാനുള്ള അധികാരം ഈ അമേരിക്കക്ക് ആരാണ് നൽകിയിട്ടുള്ളത്? ഇവർ ഇതേപോലെ ഇറാനിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പല രാജ്യങ്ങളിലും ഇതിനു മുൻപ് പീസ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. എത്ര രാജ്യങ്ങൾ ഇവർ പോയിട്ട് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്? അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അഫ്ഗാനിസ്ഥാനിൽ വർഷങ്ങളോളം അവർ പീസ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നു. ഒരുപാട് പണം അവിടെ ചെലവായി. അതായത് ഡോളേഴ്സ് ആണ് അവിടെ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവിടെ ചെലവാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് സോൾജിയേഴ്സിന്റെ ജീവൻ അവിടെ പൊലിഞ്ഞിട്ടുണ്ട് പീസ് ഉണ്ടാക്കാൻ പോയിട്ട്. എന്നിട്ട് അവിടെ പീസ് ഉണ്ടാക്കിയോ? ഇല്ല. അവസാനം പിന്മാറി, താലിബാൻ അവിടെ റൂളിംഗ് ഏറ്റെടുത്തു. ഇതുപോലെ എത്ര രാജ്യങ്ങൾ ഇവർ പീസ് ഉണ്ടാക്കാൻ പോയിട്ട് ആകെ കുട്ടിച്ചൊറയാക്കിയിട്ട് വന്നിട്ടുണ്ട്? എത്ര രാജ്യങ്ങൾ ഇവർ പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്? യുഎസിനും ട്രംപിനും വേണ്ട കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്ന പോലെ പോളിസീസ് എല്ലാ രാജ്യങ്ങളും ചെയ്തോളണം, അല്ലാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം വൈറ്റ് മാൻ സൂപ്രമസി, അതേ സൂപ്രമസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ കാര്യമുണ്ട് എന്ന് എല്ലാവരും വിചാരിക്കും. ഇവിടെ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തധികാരമാണ് യുഎസിനുള്ളത്? ഒരു അധികാരവുമില്ല. പിന്നെ എന്തിനാണ് വേണ്ടാത്ത കാര്യത്തിലൊക്കെ പോയി തലയിടുന്നത്? ഇത് ഇവിടെ മാത്രമല്ല, ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. പോയിട്ട് പല കാര്യത്തിലും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കൊണ്ടുപോയി തലയിടുന്നത്. അവർക്ക് വേണ്ടത് പപ്പറ്റ് ആയിട്ടുള്ള റൂളേഴ്സിനാണ്. ഇപ്പോൾ തന്നെ ഇറാനിൽ അവർക്ക് വേണ്ടത് ഇപ്പോഴുള്ള റൂളറിനെ ചേഞ്ച് ചെയ്ത് ആ റെജീം മൊത്തം ചേഞ്ച് ചെയ്ത് ഒരു ഒപ്പോസിഷൻ ലീഡറുണ്ട്. അദ്ദേഹം ഉള്ളത് ഇറാനിലല്ല, അദ്ദേഹം ഉള്ളത് യുഎസിന്റെ കസ്റ്റഡിയിലാണ്. അതായത് നോക്കി നടക്കുന്ന അവിടെ ഒരു യുഎസിന്റെ അടുത്തുള്ള ഒരാളാണ് ഇറാനിലെ ഒപ്പോസിഷൻ ലീഡർ.
അദ്ദേഹത്തെ കാണുക ഇവിടെ മാത്രം, ട്വിറ്ററിൽ മാത്രം, ഐ മീൻ എക്സിൽ മാത്രമാണ് അദ്ദേഹത്തെ കാണുക, വേറെ എവിടെയും കാണില്ല. US പോറ്റി വളർത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ അവിടെ സ്ഥാപിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ US പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ അങ്ങോട്ട് ചെയ്തോളും. അതാണ് US ഇവിടെ വേണ്ടത്. ഈ പീസ് ഉണ്ടാക്കാൻ പോയി എന്ന് പറയുന്നു. പീസ് ഉണ്ടാക്കാൻ പോയിട്ട് ഫസ്റ്റ് അടി തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു സ്കൂളിന് നേരെയാണ്. ഏകദേശം 100ഓളം പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, അല്ല കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊന്നിട്ടാണോ പീസ് ഉണ്ടാക്കാൻ പോകുന്നത്? അതായത് ഒന്നും അറിയാത്ത നിരപരാധികളായിട്ടുള്ള 100ഓളം കുട്ടികൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവരെ കൊന്നിട്ടാണോ ഈ പീസ് ഉണ്ടാക്കാൻ പോകുന്നത് US? ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം എത്ര പേര് US എതിർക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം ഒരു ഇന്റേണൽ മാറ്ററിലേക്ക് US എന്തിനാണ് കടന്നു കയറുന്നത്? അവിടുത്തെ പീസും ഫ്രീഡം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാണ് കയറിയിട്ടുള്ളത്? എത്ര രാജ്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് US? അതേസമയം എത്ര പേര് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇറാനെ സപ്പോർട്ട് ചെയ്യില്ല ആരും. കാരണം ഭയമാണ് US എങ്ങനെ എതിർക്കാം എന്നുള്ള ഭയം. ഇവിടെ ഇപ്പോൾ ആകെ കുറച്ച് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും റഷ്യ റിപ്പോർട്ടുകൾ പറയുന്നത് S-500 നൽകിയിട്ടുണ്ട് എന്നാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ നോർത്ത് കൊറിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ പരമായിട്ടും ഡിഫൻസ് പരമായിട്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോർത്ത് കൊറിയ. അതുപോലെ ചൈനയുടെ ഭാഗത്തുനിന്നും സപ്പോർട്ടിങ് വരുന്നുണ്ട്. അങ്ങനെ ഏതാനും ചുരുക്കം ചിലർ, ഇവരൊക്കെ, ഈ രാജ്യങ്ങളൊക്കെ, ചൈനയാവട്ടെ റഷ്യ ആവട്ടെ, എപ്പോഴും US വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളാണ്. നമുക്കറിയാം ചൈനക്ക് സാങ്ഷൻ കൊടുത്തപ്പോൾ പോട്ട് പുല്ല്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയവരാണ് ചൈന. അപ്പോൾ ഈ ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്, പബ്ലിക്ലി സപ്പോർട്ട് ചെയ്യുന്നത്. പബ്ലിക്ലി വേറെ ആരും സപ്പോർട്ട് ചെയ്യാൻ വരില്ല. കാരണം ഭയമാണ് US. ഇപ്പോഴും ഭയമാണ്. പണ്ട് മുതലേ ഉള്ള ഭയം ഇപ്പോഴും ഭയമാണ്. US ഇവിടെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യവുമാവട്ടെ, അവിടെ US പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇന്റേണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടത്തേക്ക് ആവശ്യമില്ലാതെ അനാവശ്യമായി US ആ കാര്യത്തിൽ ഇടപെടും. ആ പ്രശ്നം കുറച്ചും കൂടിയും പ്രശ്നങ്ങൾ ഗുരുതരമാക്കും. എന്നിട്ട് അവിടുത്തെ റൂളറിനെ ചേഞ്ച് ചെയ്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള റൂളറിനെ അവിടെ വെക്കും, അതായത് പ്രോ US റൂളേഴ്സിനെ. അങ്ങനെ വരുമ്പോൾ US പറയുന്ന പോളിസീസ് ആയിരിക്കും അവിടെ നടപ്പാക്കാൻ പോകുന്നത്. നമ്മൾ ലോകത്തെ ഏതൊരു യുദ്ധം എടുത്താലും ആ യുദ്ധത്തിലൊക്കെ US പങ്കുണ്ടാവും. പക്ഷേ അതിലൊക്കെ വരുന്ന ലോസ് ഏറ്റവും കുറവ്, അതായത് മിനിമം ലോസ് വരുന്നത് US വേൾഡ് വാർ 2 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ വേൾഡ് വാർ 2 ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് US ആണ്. അതുപോലെ ഏറ്റവും മിനിമൽ ലോസ് മാത്രമാണ് US ഉണ്ടായിട്ടുള്ളത്. അവിടെ മുതൽ ഇങ്ങോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല യുദ്ധത്തിലും US അവിടെ കാരണക്കാരായിട്ടുണ്ട്, ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് വാർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ US ഇസ്രായേലിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്, ഇറാനും അടി കിട്ടിയിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തും അടി കിട്ടിയിട്ടുള്ളതൊക്കെ US മിനിമം ലോസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം ഈ ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള ചില US ഫെസിലിറ്റീസിനാണ് അടി കിട്ടിയിട്ടുള്ളത്. പക്ഷേ കൂടുതൽ മിസൈൽസും ആന്റി മിസൈൽ സിസ്റ്റം വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടി വീണിട്ടുള്ളത് ഗൾഫ് കൺട്രീസിലെ പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ അവിടെ നഷ്ടം വന്നിട്ടുള്ളത് ഗൾഫ് കൺട്രീസിനാണ്. അതുപോലെ ഇസ്രായേലിനും നഷ്ടം വന്നിട്ടുണ്ട്, ഇറാനും നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ US നഷ്ടം എന്ന് പറയുന്നത് മിനിമൽ ആയിട്ടുള്ള ഒരു നഷ്ടമായിരിക്കും US ഇവിടെ വന്നിട്ടുണ്ടാവുക. എന്ന് വിചാരിച്ച് ഞാൻ ഈ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധം കൊണ്ട് ഉണ്ടാവുക നാശം മാത്രമാണ്, നഷ്ടം മാത്രമാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം പേറുന്നത് സാധാരണക്കാരായിരിക്കും. അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. സാധനങ്ങളുടെ വില കൂടാം, ചിലപ്പോൾ ജീവൻ പോകാം, അങ്ങനെ ഒരുപാട്. ഗൾഫ് കൺട്രീസിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേർ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് കൺട്രീസിൽ പോയി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് ഇവിടുന്ന് സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഭംഗിയായി ചെയ്യുക. കാരണം ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എല്ലാവരും ടെൻഷനിലാണ്. എന്ത് സംഭവിക്കും? നമ്മളുടെയൊക്കെ റിലേറ്റീവ്സ് ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം,
നെയ്ബേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് പേർ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.